കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഈ ആഴ്ചത്തെ കൂടെ സ്നേഹവന്ദനം. ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ കാണുവാനും ഇതിൽ കൂടെ ദൈവം നമ്മളെ കേൾക്കുവാനും ദൈവം നമ്മളെ സഹായിച്ചു. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പകൽ സമയത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം കേൾക്കുന്നവരെയും ഇത് കാണുന്നവരെയും ദൈവം അനുഗ്രഹിച്ച് അവരുടെ ജീവിതത്തിൽ വലിയ വിടുതൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും ആദ്യമായി ഒരു പാട്ട് പാടി ദൈവത്തിനെ ആരാധിച്ചിട്ട് അതിനപ്പുറം നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് കടക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരും ഒരുങ്ങിയിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. ദൈവം നമ്മളോട് കൂടി ഇരിക്കുമാറാകട്ടെ. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. നീട്ടിയത്രേ കരത്താലും പരിശുദ്ധാത്മശക്തിയാലും, നീട്ടിയത്രേ കരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. മിന്നപ്പിണാരുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. മിന്നപ്പിണാരുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. ഉണരുകയായ ജനകോടികൾ തകരുമപ്പോൾ ദുർശക്തികളും. ഉണരുകയായ ജനകോടികൾ തകരുമപ്പോൾ ദുർശക്തികളും. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. ഭൂതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ എനിക്ക് വേണ്ടി നമുക്ക് കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എല്ലാവരും ഒരു നിമിഷം എന്നോട് ചേർന്ന കർത്താവെ, ഇന്നത്തെ പകൽക്കാല ആരാധനയില്ലേ ദൈവപ്രസന്നം എന്റെ മേൽ ഊറ്റപ്പെടുമാറാകണം. കർത്താവെ, ഞാൻ നനയ്ക്കുന്നതിലും വേണ്ടുന്നതിൽ അധികമായി ദൈവ സാന്നിധ്യം എന്റെ കുടുംബത്തിന്മേലും കുഞ്ഞുങ്ങളുടെ മേലും കർത്താവെ ആത്മാർത്ഥമായി പരിശുദ്ധാത്മ ശക്തി ഇറങ്ങപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഒരു നിമിഷം ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് ആരാധന ചെയ്യാം. ഹല്ലേലൂയാ, സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ
പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിന്മകായി കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിന്മകാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഞങ്ങളുടെ ആരാധന എത്രത്തോളം ദൈവം നടത്തുവാൻ ഞാൻ കൃപ തന്നല്ലോ കർത്താവെ. ഇത് കേൾക്കുന്നവരും ഇതിൽ കർത്താവെ പങ്കെടുക്കുന്നവരെല്ലാം ദൈവം അനുഗ്രഹിച്ച് ഒരു വലിയൊരു വിടുതലയായി ഇന്നത്തെ ദൈവജന ശുശ്രൂഷ കർത്താവ് എല്ലാവരുടെ ജീവിതത്തിലും അനുഗ്രഹമായി മാറണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് ഇത് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് തന്നെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം ഇത് പങ്കെടുക്കുന്ന എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങൾക്ക് ദൈവം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമാറാകട്ടെ എന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തുടർന്ന് നമ്മുടെ ഇന്നത്തെ ദൈവത്തിന്റെ വചനം സമയമായി. അതുകൊണ്ട് ഇന്നത്തെ വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം നമുക്ക് വായിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്തും? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല എന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുക. അപ്പൊ മത്തായി എഴുതിയ സുവിശേഷം നാം വായിക്കുമ്പോൾ മത്തായി, മാർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ്, യോഹന്നാൻ എഴുതിയ സുവിശേഷം എല്ലാം യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ വെളിപ്പെടുത്തി അനേക വ്യക്തികൾ വിടുതലയായതും കാര്യങ്ങൾ കാണും. എന്നാൽ എല്ലാ സുവിശേഷത്തിലും ഇല്ലാതെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പൊ നിസ്സാരമായി നമ്മളിത് കേൾക്കുമ്പോൾ അത് നമുക്ക് ഒന്നും അതിൽ പ്രാപിക്കാനില്ല. എന്നാൽ ഇതിന് അനേക ആശയങ്ങൾ ഇതിലുണ്ട്. എന്തെന്നാൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് ദൈവം പറയുകയാണ്. അപ്പൊ ഉപ്പിന് അനേക പ്രത്യേകതകൾ വേദപുസ്തകത്തിൽ ഉണ്ട്. അതിനു മുമ്പ് ഒരിക്കൽ ചരിത്ര കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. യേശു ക്രിസ്തു നിങ്ങളുടെ ഭൂമിയിൽ ഉപ്പാകുന്നു എന്ന് പറയാനുള്ള കാരണം, ഒന്ന്, ഉപ്പ് രുചിപ്പിക്കുന്നതാണ്. രണ്ടാമത്തത്, ഉപ്പിന്റെ രുചി നഷ്ടപ്പെടാൻ കാരണങ്ങളുമുണ്ട്. കാരം പോയാൽ എന്ത് ചെയ്യും? വെളിയിൽ കൊട്ടപ്പെടും, മനുഷ്യൻ ചവിട്ടപ്പെടും, വേറെ ഒന്നിനും ഉപയോഗിക്കുന്നതല്ല എന്ന് ദൈവം അവിടെ പറയാൻ കാരണമുണ്ട്. അപ്പൊ ഉപ്പ് രുചിയുള്ളതാണ്, അതിന് കാരം പോകാതെ സൂക്ഷിക്കണം. അപ്പൊ ഇതിന് ഇംഗ്ലീഷിൽ സാൾട്ട് എന്ന് പറയും. അതിന്റെ ഓരോ എഴുത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്. എസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് എന്ന അർത്ഥം, സാൾട്ട് അതിന് പറയും. അപ്പൊ എ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം, പ്രവർത്തിക്കണം. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാലന്റ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തണം. ടി എന്ന് പറഞ്ഞാൽ അത് ടാലന്റ് ആകെ മാറി എന്ന് പറയാണ് ഇവിടെ. അപ്പൊ അങ്ങനെ 4 എഴുത്തിന് 4 അർത്ഥമുണ്ടോ എന്ന് പറയാൻ നേരമില്ല, ഞാൻ പറഞ്ഞു പോകുന്നതേ. അപ്പൊ ഉപ്പ് എങ്ങനെ എടുക്കുന്നുള്ളത് യേശു ക്രിസ്തു പറയാൻ എന്താ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇസ്രായേൽ ജനങ്ങൾ, അതായത് ഇസ്രായേൽ ദേശത്തിൽ, യെരുശലേം ദേശത്തിൽ മുഴുവനും ഉപ്പുകൾ എടുക്കുന്നതും അത് ഉപയോഗിക്കുന്നതും എങ്ങനെയാണെന്ന് ഞാനൊരു ചരിത്ര പുസ്തകം പഠിച്ചപ്പോൾ അതിലിങ്ങനെ കാണുകയുണ്ടായി. ഒന്ന്, ഉപ്പുകടൽ എന്ന കടലിൽ നിന്ന് നമ്മുടെ നാട്ടിലൊക്കെ, ഗുജറാത്ത്, തൂത്തുക്കുടി, മറ്റു ദേശങ്ങളിലൊക്കെ ഉപ്പ് പാത്തി ഉണ്ടാക്കിയിട്ടാണ് ഉപ്പ് ഉപയോഗിക്കുന്നത്. അതുപോലെയല്ല അവിടെ. അങ്ങനെ ഉപ്പ് കട്ട പിടിച്ചിരിക്കുന്ന ഉപ്പിനെ വെട്ടിയെടുത്ത് അതാണ് അവിടെ പാചകം ചെയ്യാനും ശുശ്രൂഷയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്.
അപ്പൊ ഉപ്പ് കാരമില്ലാതെ പോയാൽ അത് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഈ വഴി റോഡ് നടക്കുമ്പോൾ അത് വഴുക്കാതിരിക്കാൻ ഈ ഉപ്പ് അവിടെ കൊട്ടപ്പെടും, അങ്ങനെ ചവിട്ടി നടക്കും, വേസ്റ്റേജ്. അപ്പൊ ഉപ്പ് കാരമില്ലാതെ പോയാൽ അത് ചവിട്ടുവാനും വലിച്ചെറിയുവാനും അത് വേറെ ഒന്നിനും ഉപയോഗപ്പെടില്ല എന്നാണ് ദൈവം പറയുന്നത്. ആ കാര്യമാണ് ഇവിടെ ദൈവം ഈ സുവിശേഷത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഭൂമിക്ക് ഉപ്പാകുന്നു, കാരമുള്ളവരായി മാറണം. അനേകരുടെ ജീവിതത്തിൽ കാരമില്ലാതെ പോകാൻ കാരണം ഉപ്പിന്റെ തന്മ മാറിയതുപോലെ മനുഷ്യന്റെ ജീവിതത്തിലെ പല സംഭവങ്ങളും മാറിപ്പോയി. അപ്പൊ ഉപ്പ് എന്തിനു കുറിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഉപ്പ് എടുക്കുന്ന ആരംഭം എവിടെയാണ്? വെള്ളം വറ്റിച്ചതെടുക്കുന്നു, ആ ഉപ്പ് എടുത്തിട്ട് വരുമ്പോൾ ഉപ്പിന്റെ നിറം ഒരു വെണ്മയായിരിക്കുകയാണ്. അപ്പൊ നാം ദൈവവചനത്തിന്റെ ശുശ്രൂഷയിൽ നമ്മൾ നോക്കുമ്പോൾ, ദൈവത്തിന്റെ രൂപത്തിൽ നോക്കുമ്പോൾ, സഭാപ്രസംഗി 9-ാം അധ്യായം 8-ാം വാക്യം പറയുകയാണ്, നിങ്ങൾ അഭിഷേകമുള്ളവരും അതേപോലെ നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധമുള്ളവരും കുറയാത്തവരുമായി മാറണം എന്നാണ് അവിടെ പറയുന്നത്. അത് വായിക്കാൻ സമയമില്ല. അടുത്തത് പറയുകയാണ്, റോമാലേഖനം 8-ാം അധ്യായം 7-ാം വാക്യം, ക്രിസ്തുവിൽ എന്നും നമ്മള് സ്ഥിരമുള്ളവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോ നാം ഒരു വേർപാട് ജീവിതം ദൈവം ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിലുള്ള ശാപങ്ങളും ദുഷ്ടതകളും കോപങ്ങളും അനീതികളെല്ലാം മാറി ദൈവസന്നിധിയില് ഒരു വേർപെട്ട ജീവിതം നമുക്ക് വേണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് അവിടെ വയ്ക്കുകയാണ്. ആ വേർപെട്ട ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവ് നമുക്ക് വലിയ വിടുതലുകളും ദൈവ സാന്നിധ്യങ്ങളും ഉണ്ടായി നമ്മളെ ദൈവം ബലപ്പെടുത്തും. അതവിടെ പറയുന്നത്. അപ്പൊ ലേവ്യ പുസ്തകത്തിൽ പറയാണ്, ഒന്ന് ഉപ്പ് എടുക്കണം. ഈ ഉപ്പ് എടുത്ത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഉപ്പ് ആദ്യം ഒന്ന് ഉലർത്തണം. അതിന്റെ അർത്ഥം നമുക്ക് ലേവ്യ പുസ്തകത്തിൽ 20-26-ാം വാക്യം വായിക്കുമ്പോൾ അതിന്റെ ഒരു ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ഒന്ന്, ഉപ്പിന്റെ തന്മ എന്താണ് നമുക്ക് വായിക്കാം. 20-26 ലേവ്യ പുസ്തകം 20-26, നിങ്ങൾ എനിക്ക് വിശുദ്ധരായിരിക്കണം, യഹോവയെ ഞാൻ അലങ്കാരം കൊണ്ട്. അപ്പൊ നിങ്ങളും എനിക്ക് വിശുദ്ധരായിരിക്കണം. അപ്പൊ ദൈവം ഓരോ മനുഷ്യനെയും ഒരു ഉപ്പോട് ഉപമിക്ക് പറയുകയാണ്, നിങ്ങൾ വിശുദ്ധ ജനമായിരിക്കണം. അപ്പൊ വിശുദ്ധ ജനമായിരിക്കണം എന്ത് ചെയ്യണം? നമുക്ക് കാരമുണ്ടാകണം. കാരം എന്താ, എന്തിനെ കുറിക്കുന്നു? ദൈവവചനത്തിന്റെ സത്യത്തെ കുറിക്കുന്നു, ദൈവത്തിനെ സ്വീകരിക്കുന്ന അനുഭവത്തെ കുറിക്കുന്നു. അടുത്തത്, നമ്മൾ ദൈവത്തിന്റെ മക്കളാകെ മാറണം, നമ്മൾ വേസ്റ്റേജാകെ മാറാൻ പാടില്ല. അപ്പൊ ദൈവം നമ്മളെ ഒരു ജനമാകെ അംഗീകരിക്കുകയാണ്. അടുത്തത് പറയുകയാണ്, ഉപ്പ് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നേരിട്ട് ആ ഉപ്പ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അത് ഒരു വചനം വായിക്കാം നമുക്ക്. അതേ വചനം തന്നെ നമുക്കൊന്നും കൂടെ വായിക്കാം. കൊലോസ്യർ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. കൊലോസ്യർ ലേഖനം, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ഒന്ന്, ഉപ്പിന്റെ അടുത്ത തന്മ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉപ്പ് നേരിട്ട് ഉപയോഗിച്ചാൽ അത് വിഷമായി മാറുന്ന ഒരു രീതിയാണ്. അപ്പൊ അതിന് അയോഡിയം എന്നൊരു സൾഫർ ചേർത്തതാണ് ഉണ്ടാക്കിയാലേ അത് നമുക്ക് ഒരു ഉപ്പായിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തത്, നാം ദൈവസന്നിധിയിൽ എങ്ങനെ ഇരിക്കണമെന്ന് പറയണം. വിശുദ്ധ ജനമായിരിക്കുന്നത് കൊണ്ട്, നാം ദൈവത്തിന്റെ മക്കളാകുന്നത് കൊണ്ട് ദൈവത്തന്മയുള്ളവരായി മാറണം. ക്രിസ്തു യേശു ഈ ലോകത്തിൽ വന്നപ്പോൾ, യേശു ക്രിസ്തു പിതാവായി ദൈവം പുത്രനെ ഭൂമിയിൽ അയക്കുമ്പോൾ, യേശു ക്രിസ്തു സകല മഹിമയും വെടിഞ്ഞ് ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി ഒരു ഉപ്പായി, നമുക്ക് വേണ്ടി ഒരു കാരമായി, നമുക്ക് വേണ്ടി ഒരു വിടുതലയായി ദൈവം മാറി. ഉപ്പ്, ആമേൻ, എങ്ങനെ ദൈവത്തിന്റെ വചനം അത് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് കടന്നു വന്ന് നമ്മൾ വിടുതലയാക്കി. ആ ഉപ്പ് നേരിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വിഷമായി മാറുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിൽ അയോഡിയം എന്നൊരു എസൻസ് ചേർത്ത് വേണം ഇന്ന് നമ്മൾ പാക്ക് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഉപ്പുകൾ മുഴുവൻ അങ്ങനെയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മുഴുവനും
ഈ ലോകത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കടന്നു വന്ന് ഒരു ഉപ്പായി മാറി. അടുത്തത് പറയുകയാണ്, ഓരോരുത്തർക്കും സമാധാനമുള്ളവരായി മാറണം. അപ്പൊ ഉപ്പ് മറ്റവരെ രുചിപ്പിക്കുമ്പോൾ അത് സന്തോഷത്തിനെ കൊണ്ടുവരും. നമ്മൾ അനേക കറികളും മറ്റെല്ലാം വെച്ച് ഉപ്പില്ലെങ്കിൽ അത് നമുക്ക് സ്വാദ് കൊണ്ടുവരില്ല. ആ കൊണ്ടുവരാത്തത് കാരണം എന്തെന്ന് പറഞ്ഞാൽ അതുണ്ടെങ്കിലേ നമുക്ക് സ്വാദ് ഉണ്ടാകുള്ളൂ. അപ്പൊ യേശു ക്രിസ്തു സമാധാനം നമുക്ക് കൊണ്ടുവന്നു. ഞാനത് വായിക്കാൻ ആഗ്രഹിക്കല് പറഞ്ഞങ്ങ് പോവുകയാണ്. ഒന്നാമത്തത് മർക്കോസ് 9-ാം അധ്യായം, യേശു ക്രിസ്തു സമാധാനം ഉണ്ടാക്കി ഓരോരുത്തരോടും ദൈവം സമാധാനത്തെ കൊണ്ടുവന്നു ഈ ഭൂമിയില്. രണ്ടാമത്തെ ലൂക്ക 14:35 പറയാണ്, കേൾക്കാൻ കാതുള്ളവൻ കേൾക്കണം. അപ്പൊ യേശു ക്രിസ്തു സമാധാനം ഉണ്ടാക്കാൻ ഈ ലോകത്തിൽ കടന്നു വന്നു. അത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വലിയ വിടുതൽ തരും. അടുത്തൊരു വചനം പറയുകയാണ്, ദൈവത്തിന്റെ മനസ്സലിവ് നമ്മൾക്ക് വലിയ വിടുതൽ തരുന്ന ഒരു അനുഭവമായിട്ട് കാണിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ മേലുള്ള പങ്ക് അവൻ മനസ്സൊരുകുന്ന ദൈവമാണ്. രണ്ടാമത്തെ കാര്യം, ദൈവം നമുക്ക് ഇറക്കം ചെയ്യുന്ന ദൈവമാണ്. മൂന്നാമത്തെ കാര്യം, ദൈവം നമ്മുടെ മാനുഷിക എല്ലാം മാറ്റി ദൈവിക കരച്ചിലെല്ലാം മാറ്റി നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതാണ് ദൈവം പറയുന്നത്, കാതുള്ളവൻ കേൾക്കട്ടെ എന്ന് ദൈവം പറയുന്നത്. അടുത്തത് പറയുകയാണ്, ഈ ഉപ്പ് മറ്റുള്ളവരോട് എങ്ങനെ അത് പെരുമാറണം, മറ്റുള്ളവരോട് എങ്ങനെ അത് നടത്തണം എന്നല്ല ഒരു ചില കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ വായിക്കാം. കൊലോസ്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. കൊലോസ്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-6 വാക്യം കൂടെ നമുക്ക് വായിക്കാം. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോട് പെരുമാറണം. അത് അടുത്തത് ഉപ്പ് നമ്മുടെ പെരുമാറ്റങ്ങൾ വളരെ അനുഗ്രഹമായിരിക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ ഉപ്പിന്റെ രുചിയുള്ളവരായി മറ്റുള്ളവരോട് സ്നേഹമുള്ളവരായി മാറണം. ഇന്ന് അനേകർക്ക് മറ്റുള്ളവരോട് സ്നേഹമില്ല. നമ്മൾക്ക് അറിയാം, ഒരു സ്വന്തം ബന്ധങ്ങളോട് സ്നേഹമില്ല, ക്ഷമ ചോദിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന കാര്യം വലുതെന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കാതെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ അവരുടെ ഇഷ്ടം ചെയ്ത് കോപങ്ങളും നിന്ദകളും അതുപോലെ ബലഹീന സ്വഭാവമുള്ളവരും അവരെ നിന്ദിക്കുന്നവരായി മാറുകയാണ്. എന്നാ ദൈവത്തിന്റെ വചനം പറയാണ്, കൊലോസ്യർ ലേഖനം 4-5-6 വാക്യം പറയാണ്, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം? ഉപ്പിനാൽ രുചി വരുത്തുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന്റെ അർത്ഥം മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കണം. ഇന്ന് അനേകര് പലവിധമായ കാര്യങ്ങളിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലെല്ലാം പലരെ കുറിച്ച് പലവിധമായ നിന്ദകളും പരിഹാസങ്ങളും പറയുമ്പോൾ നമുക്ക് വലിയ വേദനകൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകുന്നു. കാരണം എന്താണ്? അവർക്ക് ദൈവത്തിന്റെ സ്നേഹം കുറവായത് കൊണ്ട്. അതൊന്നും കൂട്ടണം. അടുത്തായിട്ട് നമ്മൾ വായിക്കാൻ കഴിയുന്നത്, പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്യുവാൻ ദൈവം അഭിഷേകം ചെയ്യുമ്പോൾ ഈ ഉപ്പ് ചേർത്തുള്ളതായിരിക്കുന്ന നിർമ്മല സാമ്പ്രാണി അവിടുത്തെ യാഗത്തിൽ ഇത് ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 35-ാം വാക്യത്തിൽ നാം വായിക്കാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. അതിന് ഉപ്പ് ചേർത്ത് തൈലക്കാരന്റെ നിർമ്മലവും വിശുദ്ധവുമായ ധൂപവർഗമാക്കണം. അപ്പോ ഇത് സമാഗമന കൂടാരത്തിന്റെ സാക്ഷ്യത്തിൽ മുമ്പിൽ വെക്കുകയാണെങ്കിൽ, പഴയ നിയമത്തിൽ അഭിഷേക തൈലം യാഗത്തിന് ഉണ്ടാക്കുമ്പോൾ ആവശ്യമായ വിധത്തിൽ ഈ ഉപ്പെടുത്ത് നിർമ്മലവും വിശുദ്ധവും ധൂപവർഗവുമാക്കണം. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നിർമ്മല ജീവിതം ഉണ്ടാകണം. യോബ് തന്റെ ജീവിതത്തിൽ നിർമ്മലനായിരുന്നു, ഒന്നും എതിർനോക്കാത്തവനായിരുന്നു, ദൈവത്തിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവനായിരുന്നു, നിർമ്മലനായിരുന്നു. അപ്പോ നിർമ്മല ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത്തെ അവിടെ പറയാണ്, വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ വിശുദ്ധി
നമ്മുടെ യേശു ക്രിസ്തു വിശുദ്ധിയുള്ള ദൈവമാണ്, വേർപാടുള്ള ദൈവമാണ്, പാപം നമുക്ക് വേണ്ടി ഏറ്റ ദൈവമാണ്. പാപം തൊടാത്തവൻ, പാപം അറിയാത്തവനാണ് ദൈവം, മുഖപക്ഷമുള്ള ദൈവമല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം വിശുദ്ധിയും വേർപാടും നമുക്ക് തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് അത് മാത്രമല്ല ധൂപവർഗമായി മാറണം. അപ്പൊ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒരു യാഗമായി ദൈവസന്നിധിയിൽ തീർന്നുകൊണ്ടിരിക്കണം. ഇന്ന് പൽക്കാലം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഉപ്പുള്ള അനുഭവമായിരിക്കണം. ഉപ്പിന് കാരമില്ലാതെ പോയാൽ അത് ചവിട്ടുവാനല്ലാതെ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ കഴിയില്ല. അതുപോലെ ഉപ്പിനെ കൊണ്ട് എന്താ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ അത് മീൻ ഉണക്കാനും, അതേപോലെ ഇത് പല പടക്കങ്ങൾ ഉണ്ടാക്കാനും, വളമായി ഉണ്ടാക്കുവാനും, മരുന്ന് ഉണ്ടാക്കുവാനും, അതേപോലെ പലവിധമായ ഉപയോഗപ്രദമുള്ള ഒരു കാര്യമാണ് ഉപ്പ്. അപ്പൊ ഉപ്പില്ലാതെ യാതൊരു വിധമായ കാര്യങ്ങളും ഈ ലോകത്തില്ല. അപ്പോ ഉപ്പില്ലാത്ത പണ്ടം കുപ്പിയിൽ എന്ന് നമ്മൾ ഒരു പഴമൊഴി പറയാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഉപ്പ് പോലെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മളെ ബലഹീനപ്പെടുത്തുകയും, ഉപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം നമുക്കില്ലെങ്കിൽ പിശാചിന്റെ കണിയിൽ അകപ്പെടുവാൻ ഏതുവാകെ മാറും. ഒന്ന്, നമ്മൾ ദൈവസ്നേഹം ഉള്ളവരായി മാറണം. രണ്ടാമത്തത്, നമ്മളെ ചവിട്ടുവാൻ നമുക്ക് കാരമില്ലാതെ പോയി കഴിഞ്ഞാൽ ചവിട്ടുവത്തക്ക രീതിയിൽ നമ്മളായി മാറും. മൂന്നാമത്തത് പറയുകയാണ്, അതൊന്നും ഉപകാരമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഉപ്പ് അത് കാരം പോയത് വെളിയിലിട്ട് കൊട്ടപ്പെടും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം. അപ്പൊ പഴയ നിയമത്തിൽ ഇതെവിടെ ഉണ്ടായിരുന്നു? യാഗാർപ്പണത്തിൽ ഇതിന്റെ പങ്കുണ്ടായിരുന്നു. അടുത്തത്, പഴയ നിയമ ഭോജനത്തിൽ ഇതുണ്ടായിരുന്നു. ലേവിയ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം നാം വായിക്കുന്നു. ഉപ്പുകൊണ്ട് സാരമാക്കപ്പെടുന്നത് കുറവിട്ടാൽ നീ എന്ത് ചെയ്യാൻ പാടില്ല? ലേവ്യ 2:13, നിന്റെ ഭോജനയാഗത്തിന് ഉപ്പ് ചേർക്കണം. ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത്. എല്ലാ വഴിപാടിലും ഉപ്പ് ചേർക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവസന്നിധിയിൽ ഒന്നാമത്തേത് ഭോജനയാഗത്തിൽ ചേർക്കുന്ന കാര്യമാണ് പറയുന്നത്. ഉപ്പ് ചേർത്താൽ നീ അതെന്ത് ചെയ്യരുത്? അത് കുറവുണ്ടാകരുത്. അപ്പൊ നീ നമ്മൾ മറ്റുള്ളവരെ രുചിപ്പിക്കുന്നവരായിരിക്കണം, സ്നേഹം കൊടുക്കുന്നവരായിരിക്കണം, ക്ഷമിക്കുന്നവരായിരിക്കണം, ദൈവസന്നിധിയിൽ താഴ്ന്നുള്ളവരായിരിക്കണം, നമ്മൾ ദൈവസന്നിധിയിൽ വേർപാടുള്ളവരായിരിക്കണം. യേശു ക്രിസ്തുവിനെ മുഴുവനായിട്ടും നമ്മൾ സ്വീകരിച്ച് കർത്താവായ യേശുവിനോട് ജീവിക്കുമ്പോൾ ഈ ഉപ്പിന്റെ അനുഭവം വരും. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത അനേക ജനങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിലും യേശു ഒരു ഉപ്പായി മാറി ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അടുത്തത്, ഉപ്പിന്റെ ഒരു കാര്യമുണ്ട്. ഉപ്പ് ഒരു അലിവുള്ള സാധനമാണ്, ഒരു അലിവുള്ള ഒരു വസ്തുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെന്താ നമുക്ക് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 7-8 വാക്യം നമുക്ക് വായിക്കാം. യേശു ക്രിസ്തു മനസ്സലിവുള്ള, അതായത് ഉപ്പ് അലിവുള്ളതായത് കൊണ്ട് യേശു ക്രിസ്തു മനസ്സലിവുള്ള ദൈവമാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ദൈവത്തെ കാണും. അപ്പോ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോ ഈ ജീവിതത്തിൽ യേശു ക്രിസ്തു വന്നത് മാത്രമല്ല, നമ്മളെ അറിഞ്ഞത് മാത്രമല്ല, നമ്മൾ ഹൃദയശുദ്ധിയുള്ളവരായി മാറണം. അപ്പോഴേ ദൈവത്തിനെ നമ്മൾ കാണുകയോ. യേശു ക്രിസ്തു ഈ ഭൂമി വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അസന്നമായിരിക്കുന്നത് കൊണ്ട് ഇന്ന് ഈ വചനം മൂലം ദൈവം നിങ്ങളെ സന്ദർശിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകണം, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ ഉണ്ടാകണം,
ഒരു അനുഗ്രഹം ഉണ്ടാകണം. നിങ്ങൾ ഉപ്പിനെ പോലെ രുചിയുള്ളവരായി മാറണം എന്നാണ് ഈ വചനത്തിലൂടെ ദൈവം നിങ്ങൾക്ക് അറിയിക്കുന്ന സുവിശേഷം. അത് മാത്രമല്ല, വെളിപ്പാട് പുസ്തകം പറയാണ്, ഈ ഉപ്പ് കൂടിയാലും കുഴപ്പം, കുറഞ്ഞാലും കുഴപ്പം. അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 18-19 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളും കൂട്ടും കുറയ്ക്കുകയും ചെയ്യരുത്. നാം അതിന്റെ രീതിയിലേ നമ്മളെ കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. വെളിപ്പാട് പുസ്തകം 22-18-19 പറയുകയാണ്, ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവരോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, ആരെങ്കിലും കൂട്ടിയാലോ. അപ്പൊ അതാ പറയുന്നത്, വചനം പറയുന്നത്, ഈ പുസ്തകത്തിൽ ഒന്നും കൂട്ടരുത്, ഒന്നും കുറയ്ക്കരുത്. അപ്പൊ വേദപുസ്തകം, സത്യവേദ പുസ്തകം ഈ ഭൂമിയില് നമുക്ക് ദൈവം തന്നത് ഒരു കാര്യമുണ്ട്, ഇത് കൂട്ടും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്യരുത്. ഇത് കൂട്ടും കുറയ്ക്കുകയും ചെയ്താൽ, അതായത് നമുക്ക് ഉപ്പ് അധികമായാലും ആഹാരം കഴിക്കാൻ പറ്റില്ല, അത് കുറവായാലും കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ പ്ലസ് ഷുഗർ ഇങ്ങനെ ഉള്ളത് കൊണ്ട് അങ്ങനെ കഴിച്ചു പോകുന്നു. എന്നാൽ അത് കൂടിയാലും കുഴപ്പം, കുറഞ്ഞാലും കുഴപ്പം. അതുകൊണ്ട് ഈ വചനത്തിന്റെ ഒരു വള്ളിയായെങ്കിലും പുള്ളിയെങ്കിലും മാറ്റുവാനോ ആർക്കും ഇത് ചേർക്കുവാനോ ആർക്കും ഇതിൽ അനുവാദം ഇല്ല. കാരണം ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വചനമാണ്. ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യനെ മാറ്റുന്ന വചനമാണ്. ദൈവത്തിന്റെ വചനം അത് സ്വർഗത്തിൽ നിന്ന് ദൈവം അരുളി ചെയ്തതാണ്. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിൽ നമുക്ക് വേണ്ടി എഴുതി തന്നാണ്. ഇത് ആരും കൂട്ടുവാനോ കുറയ്ക്കുകയോ ചെയ്യരുത്. അതുകൊണ്ട് ഉപ്പിന്റെ തന്മ നമ്മൾ എല്ലാവരോടും ഒരേപോലെ ഇടപെടുകയും ഒരേപോലെ നാം സ്നേഹിക്കുകയും ഒരേപോലെ യേശുവിന്റെ സ്നേഹം ഉപ്പായി നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അറിയാം, പത്രോസ് എന്ന ശിഷ്യൻ, യേശുവിന്റെ ശിഷ്യൻ, ഒരു ദിവസം യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണ സമയത്ത് യേശു ക്രിസ്തു ക്രൂശിക്കാൻ പോകുമ്പോൾ യേശു ക്രിസ്തുവിനോടേ പറഞ്ഞു, നീ ക്രൂശിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ യേശു അവിടെ ശാസിക്കുകയുണ്ടായി. ചില കാര്യങ്ങൾ നമുക്ക് തോന്നും, എനിക്കെല്ലാം അറിയാം, ഞാൻ നന്നായിട്ടെല്ലാം ചെയ്യുന്നു, നന്നായിട്ട് പോകുന്നു, നന്നായി എല്ലാവരും കാണുന്നു എന്ന് ഞാൻ എന്നുള്ള അഹങ്കാരം നമുക്ക് അധികമായി അത് തോന്നുവാനുള്ള സാധ്യതകളുണ്ട്. അത് നമുക്ക് കൂടിയൊരു അനുഭവമാണ്. കുറഞ്ഞൊരു അനുഭവം നമ്മൾ ദൈവസന്നിധിയിൽ താഴ്ത്തിക്കൊണ്ടേ സമർപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ദൈവമേ, എന്നെ കൊണ്ട് ചെയ്യുവാൻ കഴിയില്ല, ദൈവം എന്നോട് കൂടെ നിൽക്കണമേ എന്ന് നാം താഴ്ത്തി കൊടുക്കുമ്പോൾ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ ഉണ്ടാവും. ഇന്ന് പൽക്കാലം കേൾക്കുന്ന ദൈവമക്കളെ, കേൾക്കുന്ന അമേൻ ദൈവത്തിന്റെ ഭൃത്യന്മാരെ, കേൾക്കുന്ന ദൈവദാസന്മാരെ, കേൾക്കുന്ന ഒരേ ദൈവമക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കാരണം ഈ ഉപ്പിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. ഈ ഉപ്പ് ഉണ്ടാക്കുവാനും ഇത് ചെയ്യുവാനും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉപ്പിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് തൂത്തുക്കുടി എന്ന സ്ഥലങ്ങളിൽ വലിയ പാത്തി പോലെ എടുത്ത് ആദ്യമൊക്കെ കടൽ വെള്ളം ഉപയോഗിക്കുമ്പോൾ കടൽ വെള്ളം ഉപയോഗിക്കുന്നില്ല, അത് മാസുപെട്ടത് കൊണ്ട് ഇപ്പൊ എല്ലാം ബോർ വെള്ളം ഉപയോഗിച്ച് ഏക്കർ കണക്കിൽ വെള്ളം വിട്ട് അതിനെ 2-3 ദിവസം തങ്ങാൻ വെച്ച് അതിന്റെ പാടങ്ങൾ, ചില പാടങ്ങളിൽ നിന്ന് അതിനെ ഓരോ ദിവസം മാറ്റി അങ്ങനെ അത് കട്ടപിടിച്ച് കൂമ്പാരമാക്കി അത് ഫാക്ടറികളിലേക്ക്, വണ്ടികളിലേക്ക് കയറ്റി കൊണ്ടുപോകും. എന്നിട്ട് അതിനെ രൂപം മാറ്റി നമ്മുടെ ദേശങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ ഓരോ ദൈവമക്കൾ നമ്മുടെ ഇവിടുത്തെ ജീവിതം മാത്രമല്ല, യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും തേടണം, അതോടുകൂടെ നിങ്ങൾക്ക് എല്ലാം ലഭിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയാണ്. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമി വന്നത്, ഒന്ന് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകണം, രക്ഷയുണ്ടാകണം, പരിശുദ്ധാത്മ ജീവിതം ഉണ്ടാകണം, വിശുദ്ധിയും വേർപാടും ഉണ്ടാകണം, ജ്ഞാനം ഉണ്ടാകണം, യേശു ക്രിസ്തു സ്വഭാവം നമുക്കുള്ള വെളിപ്പെടണം. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കണം. യേശു ക്രിസ്തുവിനെ നന്നായി അറിയുവാനും ദൈവജനത്തോടുള്ള കൂറ് നമുക്ക് ഉണ്ടാകണം. ഇതെന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നാം മരിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരാരും സ്വർഗത്ത് പോകാൻ അനുവാദം ഇല്ല എന്ന് വേദപുസ്തകം പറയുകയാണ്. അപ്പോ യേശു ക്രിസ്തു പറയുകയാണ്, എന്നെ വിശ്വാസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്നെ വിശ്വാസിക്കാത്തവനോ ജീവനെ കാണുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അപ്പൊ നാം തീർച്ചയായിട്ടും നമുക്കൊരു വിടുതല വേണം, ഒരു വിശുദ്ധി വേർപാട് വേണമെന്ന്
ആരെല്ലാം ഇന്ന് ദൈവസന്നിധി സമർപ്പിക്കുന്നുവോ തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി ആശീർവാദമായി ദൈവം മാറ്റും. അടുത്തതായിട്ട് ഒരു വചനം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വായിക്കാം. കൊലോസ്യർ ലേഖനം 3-ാം അധ്യായം 9-10 വാക്യം വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൊലോസ്യർ ലേഖനം 3-ാം അധ്യായം 9-10 വാക്യം നമുക്ക് വായിക്കാം. കൊലോസ്യർ ലേഖനം 3-ാം അധ്യായം 9-10 വാക്യം നമുക്ക് വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്റെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവേൻ. അതാ എന്റെ മുഖ്യ മൂല കാരണം. നമ്മുടെ പഴയ ജീവിതം എല്ലാം ഒന്ന് ഉരിഞ്ഞു കളയണം. നമ്മള് കോഴി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാല് തോലുള്ളതും ഉരിച്ചതും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് വാങ്ങിക്കാറുണ്ട്. അപ്പോ ഉരിച്ച കോഴി വാങ്ങിക്കുമ്പോൾ തലയെ കട്ട് ചെയ്ത് മുഴുവനും ഉരിച്ച് അങ്ങോട്ട് തരും. കാരണം അതിന്റെ പഴയ തൊലിയും എല്ലാം വലിച്ചങ്ങോട്ട് മാറ്റി അതിനെ ഒരു ഒരു മാംസപിണ്ഡമായി മാറ്റും. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ പഴയ ജീവിതം അതായത് ഇത് കേൾക്കുന്നവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാഴകേട് ഉണ്ടെങ്കിൽ, അവിശ്വാസം ഉണ്ടെങ്കിൽ, പാപം ഉണ്ടെങ്കിൽ, ഗുണദോഷം ഉണ്ടെങ്കിൽ, വ്യഭിചാര ചിന്തന ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അശുദ്ധ പോരാട്ടങ്ങൾ ഉണ്ടെങ്കിൽ, കുടി പഴക്കം ഉണ്ടെങ്കിൽ, വീടിവലി സ്വഭാവം ഉണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ ദൈവത്തിന് നികരല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉരിഞ്ഞു കളയണമെന്ന് പൽക്കാലം. ഉരിഞ്ഞു കളയുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലയായി ദൈവസ്ഥാനത്ത് നിൽക്കാൻ കഴിയുള്ളൂ. അതിന്റെ അവസാന വാക്യം ഇങ്ങനെ പറയുന്നു. അതുകൂടെ വായിക്കാം. അവസാന വാക്യം, അതിന്റെ വാക്യത്തിന്റെ അവസാന വാക്യം പറയുകയാണ്. അതിന്റെ 3-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിക്കാം. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിച്ച്. അപ്പൊ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായി മാറണം. പുതിയ മനുഷ്യനായി മാറുമ്പോഴേ കഴിയത്തുള്ളൂ. പാപങ്ങളും വിദ്വേഷങ്ങളും കോപങ്ങളും ശാപങ്ങളും അനീതിയും അക്രമവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം ഒരു പുതുമനുഷ്യനായി മാറ്റാൻ കഴിയത്തില്ല. അപ്പൊ യേശുവിനെ സ്വീകരിച്ചവർ മുഴുവനും ഒരു പുതിയ മനുഷ്യനായി മാറും. ഇത് പൽക്കാലം ഒരു പുതിയ മനുഷ്യനായി മാറണമേ എന്ന് എത്ര പേരെന്ന് ദൈവസന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. അപ്പോ ഉപ്പിന്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് അത് രുചിപ്പിക്കുന്നതാണ്. അത് ഉപ്പ് നഷ്ടപ്പെട്ടാൽ അതിന്റെ കാരം പോകും. അതിന്റെ കാരം പോയാൽ അതെന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. വെളിയിൽ കൊട്ടപ്പെടും, മനുഷ്യൻ ചവിട്ടപ്പെടും, വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ഉപ്പായി ഇന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ ദൈവം തരികയാണ്. ഒരു വിടുതല. ദൈവമേ, എനിക്ക് ഉപ്പിന്റെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വേണമേ. കർത്താവേ, എനിക്ക് നല്ലൊരു നിശ്ചയം വേണമേ. എനിക്ക് ഒരു പ്രവൃത്തിന്റെ ബലം എനിക്ക് വേണമേ. ശരിയായ ഒരു നിലവാരം എനിക്ക് വേണമേ. അത് മാത്രമല്ല, കഴിവ് വെളിപ്പെടുത്തണമേ, എൻ്റെ ടാലന്റ് വെളിപ്പെടുത്തണമേ എന്ന് എത്ര പേർ ദൈവത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കണ്ണുകളെ അടിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇത് കാണുന്നവരും കേൾക്കുന്നവരും, ദൈവമേ, എന്റെ ജീവിതത്തിൽ ഉരിഞ്ഞു കളയേണ്ടത് ഉരിഞ്ഞു കളയുവാൻ, വിടേണ്ടത് വിടുവാൻ, ദൈവത്തിന്റെ വിശുദ്ധി എനിക്കുള്ളിൽ കടന്നു വരുവാൻ, ഒന്നും ചെയ്യാതെ എന്നെ കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ എന്നിൽ നിന്ന് മാറ്റണമേ. എന്റെ കുടുംബജീവിതത്തിന്റെ അവസ്ഥയൊന്ന് മാറ്റണമേ. പണപരമായ അവസ്ഥയൊന്ന് മാറ്റണമേ. കർത്താവ്, എന്നെ പലരും പറ്റിച്ച് കടന്നുപോയി. പലരും എന്നെ ബലവീനമായി കർത്താവ് നിന്ദിച്ച് കടന്നുപോയി. പലരും നിന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് കടന്നുപോയി. കർത്താവേ, ഇന്ന് വൽക്കാലം എന്നോട് ദൈവം സംസാരിക്കണമേ. എന്റെ കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും ദൈവം സംസാരിക്കണമേ. ഞാൻ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് എല്ലാം പുതിയതായി മാറുവാൻ ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് എല്ലാവരും കണ്ണുകളെ അടച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പകൽ സമയത്തിനായി സ്തോത്രം. ഈ വചനത്തിന്റെ മത്തായി സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞു. കർത്താവ്, ഉപ്പ് കാരമില്ലാതെ പോയാൽ അത് എന്ത് ചെയ്യും? അത് കൊട്ടപ്പെടുവാനും ചവിട്ടുവാനും അല്ലാതെ ഒന്നിനും കഴിയില്ല. അങ്ങനെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവർ ജീവിതത്തിൽ വിടുതൽ ദൈവം കൊടുക്കുമാറാകണമേ. യേശുവിനെ പൂർണ്ണമായി അവർ കണ്ട് വിശ്വസിച്ച് ഈ ദൈവം എൻ്റെ ദൈവം പറഞ്ഞ് സ്വീകരിച്ച് അവരെ കൂടുതലായി ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിന്റെ പ്രസന്നം അവരുടെ ജീവിതത്തിൽ വലുതായി കാണപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു.
കർത്താവ് ഈ പ്രാർത്ഥന കേട്ട് വിളിയുന്നതിനായി സ്തോത്രം ചെയ്യും. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ.